ഇന്നത്തെ ടോപ്പിക് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഉണ്ടായ അവസാനത്തെ ശക്തമായ ബഹുജന സമരമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിളക്കിയ ഈ സമരത്തിന് രൂപം നൽകാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ക്രിസ്പ് ദൗത്യത്തിൻ്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വഴിയൊരുക്കിയ മുഖ്യ കാരണം. ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറാൻ വിസമ്മതിച്ചുകൊണ്ട് ക്രിസ്പ് ഇന്ത്യ വിട്ടപ്പോൾ ജനങ്ങൾ രോക്ഷാകുലരായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ അവരാവശ്യപ്പെട്ടു. യുദ്ധകാലത്ത് ഇന്ത്യയിലുണ്ടായ വിലക്കയറ്റവും ഭക്ഷ്യമാന്ദ്യവും ജനങ്ങളുടെ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കണമെന്ന മുറവിളി ഇതോടെ രൂക്ഷമായി തീർന്നു. അതെ, ജപ്പാന്റെ ആക്രമണ ഭീഷണിയും ജനങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. ജപ്പാൻ സൈന്യം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലെത്തിയപ്പോൾ ജനങ്ങളുടെ സംഭ്രാന്തി വർദ്ധിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാന്നിധ്യം ജപ്പാന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ക്ഷണമാണെന്ന് ഗാന്ധിജി ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടാൽ ജപ്പാന്റെ ആക്രമണ ഭീഷണി ഇല്ലാതാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന ആശയം ഗാന്ധിജി പ്രചരിപ്പിച്ചത് തൻ്റെ ഹരിജൻ എന്ന പത്രത്തിലൂടെയാണ്. ക്രമപ്രകാരവും സമയോചിതവുമായി ഇന്ത്യയിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗാന്ധിജിയുടെ ഈ ആശയം കോൺഗ്രസ് അംഗീകരിച്ചു. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ബോംബെയിൽ സമ്മേളിക്കുകയും ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുകയും ചെയ്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മന്ത്രവുമായി എല്ലാവരും സമരരംഗത്തിറങ്ങണമെന്നായിരുന്നു ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കാനുള്ള ഒരു ബഹുജന സമരം ആരംഭിക്കാൻ ക്വിറ്റ് ഇന്ത്യ പ്രമേയം നിർദ്ദേശിച്ചു. പ്രക്ഷോഭത്തിൻ്റെ പരിപാടികളും മറ്റു വിശദാംശങ്ങളും തയ്യാറാക്കാനുള്ള ചുമതല സമ്മേളനം ഗാന്ധിജിയെ ഏൽപ്പിച്ചു. എന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ആഞ്ഞടിച്ചു. 1942 ഓഗസ്റ്റ് 9 രാവിലെ ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. ഒരിക്കൽ കൂടി കോൺഗ്രസിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിനെ പറ്റിയും ജനനേതാക്കന്മാരുടെ അറസ്റ്റിനെ പറ്റിയും കേട്ടറിഞ്ഞ ജനങ്ങൾ സമരത്തിന് തീ കൊളുത്തി. രാജ്യമൊട്ടാകെ പ്രതിഷേധമിരമ്പുകയും ഇന്ത്യ ഒരു കലാപഭൂമിയായി മാറുകയും ചെയ്തു. പ്രക്ഷോഭം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിൽ അറിയപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരം സ്വമേധയാ ഉണ്ടായൊരു പ്രക്ഷോഭമായിരുന്നു. സമരത്തിനുള്ള പദ്ധതികൾ ഒരുക്കുന്നതിന് മുമ്പേ ഗാന്ധിജിയും കൂട്ടരും അറസ്റ്റിലായതിനാൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് അംഗീകൃതമായ പരിപാടിയോ ഉണ്ടായിരുന്നില്ല. രോക്ഷാകുലരായ ജനങ്ങൾ സ്വന്തം രീതിയിൽ അവർക്ക് കഴിവുള്ള വിധത്തിൽ പ്രേരണ കൂടാതെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുകയായിരുന്നു. ഹിംസാത്മകമായ സമരരീതികളും ഹിംസാത്മകമായ വിപ്ലവ അട്ടിമറി പ്രവർത്തനങ്ങളും അതിൽ ഒരുപോലെ ഉൾച്ചേർന്നിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന സമരങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ഈ സമരത്തിന് സമാനതകളില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്താൻ ഗവൺമെൻറ് എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചു.